ബാലിയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് ഈ റൈസ് ടെറസുകൾ. പടികളായി വിരിഞ്ഞ നെൽവയലുകൾ. ഇത് വെറും കൃഷിസ്ഥലം മാത്രമല്ല, ബാലിയുടെ സംസ്കാരവും ജീവിതവും ഒരുമിച്ച് കാണിക്കുന്ന ഒരു അത്ഭുതമാണ്. ഇവിടുത്തെ മറ്റൊരു ആകർഷണമാണ് ഈ വലിയ ഊഞ്ഞാലുകൾ. റൈസ് ടെറസുകൾക്കിടയിൽ ആകാശത്തോട് മത്സരിക്കുന്നത് പോലെ കെട്ടിയിട്ടിരിക്കുന്ന വലിയ ഊഞ്ഞാലുകൾ. ഇതിലത്തെ ഊഞ്ഞാലാട്ടം വെറും ഒരു ഊഞ്ഞാലാട്ടം മാത്രമല്ല, ഒരു അനുഭവം തന്നെയാണ്. ആദ്യം ചെറിയ പേടിയൊക്കെ തോന്നി, പക്ഷേ ഊഞ്ഞാലിൽ കയറിക്കഴിഞ്ഞപ്പോൾ പേടിയെല്ലാം മാറി. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ച് ആസ്വദിക്കുന്ന ഒരു നിമിഷം. അത് തന്നെയാണ് ബാലിയിലെ റൈസ് ടെറസുകളിലെ ഈ വലിയ ഊഞ്ഞാലുകൾ നമുക്ക് നൽകുന്നത്. താഴെ ബാലിയുടെ പച്ചപ്പും മുകളിൽ തുറന്ന ആകാശവും, നടുക്ക് ഊഞ്ഞാലിൽ ഞങ്ങളും. അടുത്തതായി ഞങ്ങൾ പോയത് ബാലിയിലെ കുട്ട ബീച്ചിലേക്കാണ്. ബാലിയിലെ കുട്ട ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ലൈവായ സ്ഥലങ്ങളിൽ ഒന്നാണ്. ഇവിടെ വെച്ച് ഞങ്ങൾ ഒരാളെ പരിചയപ്പെട്ടു. ഇതാ ഇവനെ. ഇവനും ഞങ്ങളുടെ പപ്പി മാർക്കിനെ പോലെ ഒരു കുറുമ്പനാണ്. സൂര്യൻ അസ്തമിക്കുന്നതോടെ കുട്ട ബീച്ചിലെ നൈറ്റ് ലൈഫ് തുടങ്ങും. ചുറ്റും മ്യൂസിക്, ലൈറ്റ്, കഫേ എല്ലാം കൂടി ഒരു പൂർണ്ണ ഹോളിഡേ മൂഡ് അനുഭവപ്പെടും. ബീച്ചിന് ചുറ്റുമുള്ള ഷോപ്പുകൾ തന്നെയാണ് മറ്റൊരു ഹൈലൈറ്റ്. ബാലിനീസ് ഹാൻഡിക്രാഫ്റ്റ്സ്, ടീഷർട്ടുകൾ, ക്യാപ്സ്, ബീച്ച് വെയർ എല്ലാം ഇവിടെ കിട്ടും. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കുട്ട ബീച്ച് എന്നത് ഉറങ്ങാത്ത ബാലിയാണ്. കടലും മ്യൂസിക്കും ഷോപ്പിങ്ങും നൈറ്റ് ലൈഫും എല്ലാം കൂടി ഒരു പാക്കേജായി കിട്ടുന്ന സ്ഥലമാണ് ഇത്. ബാലിനീസ് ഫുഡും ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയിരുന്നു. മധുരവും സ്പൈസസ് എല്ലാം മിക്സ് ആയൊരു ടേസ്റ്റാണ് ബാലിനീസ് ഫുഡിനുള്ളത്. ഇങ്ങനെ കടലിൻ്റെ ശബ്ദവും ലൈറ്റുകളുടെ തിളക്കവും ഒക്കെയായി കുട്ട ബീച്ചിലെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു.